രണ്ട് പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ഹോം ഫസ്റ്റ് ഫിനാൻസ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഹോം ഫസ്റ്റ് ഫിനാൻസ് 1.7% ഉയർന്ന് 893 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 25% റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. 6 മാസം കൊണ്ട് സ്റ്റോക്ക് 3%-ഓളം കറക്റ്റ് ആവുകയും ചെയ്തു. ഹോം ഫസ്റ്റ് ഫിനാൻസിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം പുറത്തുവന്നു. ക്വാർട്ടർലി റിസൾട്ടിൽ മികച്ച പെർഫോമൻസ് ആണ് കമ്പനി കാഴ്ചവെച്ചിരിക്കുന്നത്. ഇയർ ഓൺ ഇയറിൽ പ്രോഫിറ്റ് 30.5% വർദ്ധിച്ച് 64 കോടിയിൽ നിന്നും 83.5 കോടിയായി ഉയർന്നു. റവന്യൂ ഫ്രം ഓപ്പറേഷൻ 38% വർദ്ധിച്ച് 2268 കോടിയിൽ നിന്നും 3127 കോടിയായി വർദ്ധിച്ചു. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 22.4% വളർച്ചയുണ്ടായി. 111 കോടിയിൽ നിന്നും നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 136.8 കോടിയായി ഉയർന്നു. കൂടാതെ ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റ് 31.5% വർദ്ധിച്ച് 3963 കോടിയായി മാറുകയും ചെയ്തു. കമ്പനിയുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 35% വർദ്ധിച്ച് 9698 കോടിയായി മാറി. കമ്പനി ഹൗസിംഗ് ലോൺ സെഗ്മെൻറ്റിലാണ് ഏറ്റവും മികച്ച വളർച്ച കൈവരിച്ചിരിക്കുന്നത്. ടോട്ടൽ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റിൻ്റെ 86% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഹൗസിംഗ് ലോൺ സെഗ്മെൻറ്റാണ്. ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ് ടു ടോട്ടൽ പ്രൊവിഷൻ കവറേജ് റേഷ്യോ 50.9% ഇംപ്രൂവ് ആവുകയും ടോട്ടൽ ബോറോവിങ്സ് ഇംപ്രൂവ് ആവുകയും ചെയ്തിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ബോറോവിങ്സിൽ 8.2%-ഓളം വർധനവുണ്ടായിട്ടുണ്ട്. ലിക്വിഡിറ്റി പൊസിഷൻസ് പരിശോധിക്കുകയാണെങ്കിൽ 2055 കോടിയുടെ നെറ്റ് വർത്ത് കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നുമുണ്ട്. ഹോം ഫസ്റ്റ് ഫിനാൻസിൻ്റെ ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ 30.5% രേഖപ്പെടുത്തി. 40%-അടുത്തുള്ള ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോയെ ഡീസൻറ്റ് ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ ആയിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഹോം ഫസ്റ്റ് ഫിനാൻസ് എന്ന സ്റ്റോക്ക് ഇപ്പോൾ ട്രെൻഡ് ലൈൻ സപ്പോർട്ടിന് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 891 സ്റ്റോക്കിൻ്റെ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടാണ്. 800 രൂപ സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടാണ്. ഇവിടെ നിന്നും സ്റ്റോക്ക് അതിൻ്റെ പ്രീവിയസ് ഹൈ ആയ 1000, 1050, 1100 തുടങ്ങിയ ലെവലുകളെ ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ സ്റ്റോക്ക് ടാറ്റ പവറിൻ്റെ ക്വാർട്ടർലി റിസൾട്ടാണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ടാറ്റ പവർ 0.80% ഇടിഞ്ഞ് 432 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 1.39 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 38.68, ഡിവിഡൻഡ് ഈൽഡ് 0.46%. ടാറ്റ പവറിൻ്റെ ക്വാർട്ടർലി റിസൾട്ടും കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷമാണ് പുറത്തു വന്നത്. ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 15% വർദ്ധിച്ച് 895 കോടിയായി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 777 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു കമ്പനി നേടിയത്. പ്രോഫിറ്റ് 15% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചു. ടോട്ടൽ റവന്യൂവിൽ 27.2% വളർച്ച കമ്പനിക്ക് കൈവരിക്കാൻ സാധിച്ചു. 12,483 കോടിയിൽ നിന്നും 15,846 കോടിയിലേക്ക് ടോട്ടൽ റവന്യൂ ഉയർന്നു. റവന്യൂ ഫ്രം ഓപ്പറേഷൻ 27% വർദ്ധിച്ചിരിക്കുന്നത്. ഓപ്പറേറ്റിംഗ് ലെവൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എബിറ്റ 25.5% വർദ്ധിച്ച് 2027 കോടിയിൽ നിന്നും 2331 കോടിയിലേക്ക് എത്തി. എന്നാൽ എബിറ്റ മാർജിൻ 16.3%-ൽ നിന്നും 14.7%-ലേക്ക് ഇടിഞ്ഞിട്ടുണ്ട്. ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് 2 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിക്കുകയും ചെയ്തു. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ടാറ്റ പവർ എന്ന സ്റ്റോക്ക് 432 രൂപയ്ക്ക് അടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയത്. 420 മുതൽ 430 വരെയുള്ള റേഞ്ചിൽ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാൻ അട്രാക്റ്റീവ് റേഞ്ച് ആണെന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. ഇവിടെ 430 എന്ന ലെവലിനടുത്ത് സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്നും വീണ്ടും 460, 465 തുടങ്ങിയ ലെവലുകളെ സ്റ്റോക്ക് റീടെസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 405 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ടാറ്റ പവർ എന്ന സ്റ്റോക്ക് ഹയർ ലെവലിൽ നിന്നും കറക്റ്റായി 435-നടുത്ത് ട്രേഡ് ചെയ്യുന്നു. 425, 415 തുടങ്ങിയ സപ്പോർട്ടുകളെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് സ്റ്റോക്ക് കൺസോളിഡേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഷോർട്ട് ടൈമിലെ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി പരിഗണിക്കാവുന്നതാണ്. അതേസമയം 400 സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന ട്രെൻഡ് ലൈൻ സപ്പോർട്ടായി പ്രവർത്തിക്കാനും സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.